എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏകദേശം 8ഓളം മുസ്ലിം ഡോക്ടേഴ്സിനാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ രാജ്യത്തെ തന്നെ നടുക്കുന്ന ചില സുപ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുന്നേ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഒരു വിമാന ദുരന്തമുണ്ടായിരുന്നു. 241 പാസഞ്ചേഴ്സുമായിട്ട് അമേരിക്കയിലോട്ട് പറന്നൊരു വിമാനം തകർന്നു വീഴുകയും വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒഴികെ ബാക്കി 240 പാസഞ്ചേഴ്സും കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വലിയ രീതിയിലുള്ള ഈ വിമാന ദുരന്തത്തിന് പിന്നിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. അതിന് പിന്നിൽ തുർക്കി ആണ് എന്നുള്ള സംശയം എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ടർക്കിഷ് കണക്ഷൻ ആ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഉണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞത്? അപ്പോൾ രാജ്യത്തെ തന്ത്രപ്രധാനമായ എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് സർവീസ് ഹാൻഡിൽ ചെയ്യുന്നത് ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന ഒരു തുർക്കി കമ്പനിയാണ്. അപ്പോൾ തുർക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ ഒരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ചൈനയും പാകിസ്ഥാനെയും കാണുന്ന അതേ റേഞ്ചിൽ തന്നെയാണ് ഇന്ത്യ തുർക്കിയും കാണുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ഡ്രോണുകൾ കൊടുത്താരാണ്? ഈ തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് ബൈക്കർ എന്ന് പറയുന്ന കമ്പനിയാണ് പാകിസ്ഥാന് ഡ്രോണുകൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ ഇന്ത്യ ഇല്ലാതാക്കാൻ, ഇന്ത്യയിലും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യയിലും ഇസ്ലാമിക തീവ്രവാദം വളർത്താൻ വേണ്ടി, ഇന്ത്യ വളർച്ച തടയാൻ വേണ്ടി എർദോഗൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർദോഗൻ ഭരണത്തിനേറിയതിനു ശേഷം ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് എർദോഗൻ. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുന്ന ഒരു രാജ്യത്തെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് എയർപോർട്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതിനിർണായകമായ റോളിൽ ഒരു സ്ഥലമാണ് എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൽ സെൻസിറ്റീവായ ഡാറ്റകളിൽ പോലും ആക്സസ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന കമ്പനി. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയം അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ കമ്പനിക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം, എല്ലാ സർവീസിൽ നിന്നും എല്ലാ ആക്സസും അവർക്ക് ഡിസ്കണക്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തന്നെയാണ് ഈ ടർക്കിഷ് കമ്പനിക്ക് ഇപ്പോൾ അതായത് സെൻസിറ്റീവ് ഡാറ്റകൾ ഇപ്പോൾ ആക്സസ് ഇല്ല. ഇപ്പോഴും അവർക്ക് ഗ്രൗണ്ട് സർവീസിലുള്ള കോൺട്രാക്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും എന്താണ്, അതായത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ ഈ ഡോക്ടേഴ്സിനെയും ഈ തുർക്കി വിമാന ദുരന്തമായി എന്താണ് കണക്ഷൻ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് നമ്മൾ അറസ്റ്റ് ചെയ്ത ഡോക്ടർ ആരൊക്കെയാണ്? ഡോക്ടർ ഉമർ നബിയാണ് ബ്ലാസ്റ്റ് നടത്തിയത്. അത് ഡോക്ടർ ആദിൽ മുഹമ്മദ്, ഡോക്ടർ മുഹമ്മദ് മുസ്മിൽ, ഡോക്ടർ അഹമ്മദ് സെയ്ദ്, ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നുള്ള ലേഡി ഡോക്ടർ. അത് ഇത്തരം ആൾക്കാരെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഗുജറാത്തിൽ നിന്നാണ് ആദ്യം ഡോക്ടർ അഹമ്മദ് സെയ്ദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ജിഹാദി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തത്? അത് ആവണക്കെണ്ണയുടെ ആ ചണ്ടി ഉണ്ടല്ലോ, ആ ചണ്ടി ഉപയോഗിച്ച് റൈസിൻ എന്ന് പറയുന്ന അതിമാരകമായ വിഷം ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള ഒരു ട്രെയിനിങ് ഇയാൾക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും അതിവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത് മാരകമായ മാസ് ഒരു ഡിസ്ട്രക്ഷൻ, ഒരു മാസ് കൂട്ടക്കൊല ഇന്ത്യയിൽ നടത്താനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ പ്ലാൻ ചെയ്തത് എന്താണെന്നറിയോ? അതായത് ഈ ഡൽഹിയിൽ നടന്നൊരു പ്ലാൻ ബി ആയിരുന്നു. ഈ ഡോക്ടർ അഹമ്മദ് സെയ്ദിനെ ഗുജറാത്ത് ATSഉം ഉത്തർപ്രദേശ് പോലീസും NIAയും കൂടി ഗുജറാത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പിടികിട്ടിയത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ആദിൽ മുഹമ്മദ് മുസ്മിലിനെയും ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ലേഡിയൊക്കെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാളാണ് ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ എല്ലാ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത്. അപ്പോൾ ഈ മറ്റുള്ള ഡോക്ടേഴ്സിനും അറസ്റ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് അവരുടെ പാസ്പോർട്ടും വിശദമായ അവരുടെ ട്രാവൽ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അവർ നിരവധി തവണ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. തുർക്കിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. തുർക്കിയിലെ തലസ്ഥാനമായ അങ്കാറയിലും ഇസ്താംബൂളിലൊക്കെ ഇവർ നിരവധി തവണ അവിടെ പോയിട്ടുണ്ട്. അവിടെ ജയ്ഷയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ തുർക്കി അവർ അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ടായിട്ടാണ് കാണുന്നത്. അവർ സേഫസ്റ്റ് സിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരു ലോഞ്ച് പാഡ് മാരിയുള്ള ഒരു കൺട്രി ആയിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ലോകത്തിൽ എവിടെയും ഇനി ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഇന്ത്യക്കെതിരെ എന്ത് ആക്ടിവിറ്റി നടത്തണമെങ്കിലും ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു സേഫ് സോണിൽ ഇരുന്ന് ചർച്ച നടത്താൻ പറ്റില്ല. എവിടെയും അജ്ഞാതനെത്തും. അപ്പോൾ തുർക്കിയിലാണ് അവർ സേഫ് സ്ഥലമായി കണ്ടത്. അതുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് പല ഓപ്പറേഷൻസ് ഇവർ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ ആസൂത്രണം ശരിക്കും നടന്നത് തുർക്കിയിലെ ഇസ്താംബുളിലും അങ്കാറയിലും വെച്ച് തന്നെയാണെന്ന്. അപ്പോൾ ഇതേ തുർക്കി കണക്ഷനും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ദുരന്തം നടക്കുന്ന 1 മണിക്കൂർ മുന്നേ പാകിസ്ഥാനിലേക്കും തുർക്കിയിലേക്ക് തുരുതുരാ കോളുകൾ പോയിരുന്നു. ആ കോളുകൾ കേന്ദ്രീകരിച്ച് അന്നേ അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ലീഡ്സും ഇതിനും ഉണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് തുർക്കി. അപ്പോൾ ഇതേ ഡോക്ടേഴ്സിനെ എങ്ങനെയാണ് വിമാന ദുരന്തത്തിന് ഈ ഡോക്ടേഴ്സിനെ കണക്ഷൻ ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അഹമ്മദ് സെയ്ദ് എന്ന് പറയുന്ന അയാൾ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന എക്സ്പെർട്ടാണ്. അപ്പോൾ ഇതിൽ ആദിൽ മുഹമ്മദ് മുസ്ലിം എന്ന് പറയുന്ന 2 ജിഹാദി ഡോക്ടേഴ്സും അവരുടെ ഇതെന്ന് വെച്ചാൽ കെമിക്കൽസ് പലത് ബ്ലാസ്റ്റ് ചെയ്യുന്ന, എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വലിയ രീതിയിൽ അഗ്രഗണ്യന്മാരാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാന ദുരന്തത്തിൽ, അതായത് ഈ ഡോക്ടർ അഹമ്മദ് സെയ്ദിനെ പിടിച്ചത് ഇവിടെ നിന്നാണ് ഗുജറാത്തിൽ അഹമ്മദാബാദ് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് പിടികൂടിയത്. അപ്പോൾ ഈ ദുരന്തം നടക്കുന്ന സമയത്തും അഹമ്മദ് സെയ്ദ് എന്ന് പറയുന്ന ജിഹാദി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് തുർക്കിയിലോട്ടും പാകിസ്ഥാനിലോട്ടും ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടർക്കിഷിലെ ആൾക്കാർ ഉപയോഗിച്ച് അവർ
കമ്പനിയിലെ ജിഹാദികളെ കയറ്റിയിട്ട് ടർക്കിഷ് ടെക്നിക് എന്ന് പറഞ്ഞ കമ്പനി അവിടെ ഗ്രൗണ്ട് സർവീസിന് വേണ്ടി ആൾക്കാരെ കയറ്റിയിട്ട് ഇത്തരം എക്സ്പ്ലോസീവായ സംഭവങ്ങൾ അവിടെ വിമാനത്തിൽ ഘടിപ്പിച്ച് ടൈമർ ഘടിപ്പിച്ചിരുന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എല്ലാം ഒരു കണക്റ്റഡ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇന്ത്യ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുക ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ രീതിയിലുള്ള മസൂദ് അസറിൻ്റെ ഫാമിലിയിൽ നിന്ന് ഏകദേശം കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു. മസൂദ് അസറിൻ്റെ റൈറ്റ് ഹാൻഡായ കസൂരി എന്ന് പറഞ്ഞ കസൂരി കഴിഞ്ഞ ദിവസം വലിയൊരു വാണിംഗ് കൊടുത്തിരുന്നു. അതായത് മസൂദ് അസർ വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾ കാത്തിരുന്നോ, അടുത്ത് തന്നെ ഉണ്ടാകുന്നില്ല, വലിയ രീതിയിലൊരു വാണിംഗ് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. കൂടാതെ അത് മാത്രമല്ല, ഈ ജെയ്ഷെയും ലഷ്കറും ഒക്കെ ലാഹോറിൽ വലിയ രീതിയിലുള്ള ഒരു സംയുക്ത സമ്മേളനം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു, വലിയ രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ കൊടുത്തത് ഈ മസൂദ് അസറിൻ്റെ ഫാമിലിയിൽപ്പെട്ട രണ്ടുപേരായിരുന്നു. അപ്പോൾ ആ രണ്ടുപേരെയും അജ്ഞാതർ വെടിവെച്ചു കൊന്നു. അതിനുശേഷം ആ വലിയ രീതിയിൽ സമ്മേളനം ക്യാൻസൽ ചെയ്തെന്ന് വെച്ചാൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവും. പ്രത്യേകിച്ച് എന്തെങ്കിലും അജ്ഞാതന്മാർ ഇടപെട്ട് വന്നിട്ട് വല്ല ബോംബൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും അവിടെ. അതൊക്കെ എന്താ പറയുക, സാധാരണ നിലയിലുണ്ടാകുന്നതിനെക്കാട്ടും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം സൈന്യം തന്നെ പറഞ്ഞു നിങ്ങൾ ഇത്ര സമ്മേളനം നടത്തരുത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചൊറുക്ക് പെട്ടെന്ന് തീർത്തയാണ് ഈ ഡൽഹി ബ്ലാസ്റ്റ് എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും തുർക്കിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചെന്നുള്ള വാർത്ത, അതായത് ഡൽഹി ബ്ലാസ്റ്റിന് പിന്നിലും ഈ അറസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സ് തുർക്കി കണക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിലോ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വളരെ സത്യമാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലും ഇത്തരം ആൾക്കാർക്ക് പങ്കുണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഈ റൈസിൻ എന്ന് പറയുന്ന വിഷം എന്ന് വെച്ചാൽ ഒരു മില്ലി കൊണ്ട് ഏകദേശം 100,000 പേരെ കൊല്ലാൻ പറ്റുന്ന ഒരു വിഷമാണ്. അത്രയും ഭയങ്കര ഒരു സാധനമാണ് റൈസിൻ എന്ന് പറയുന്ന വിഷം. അപ്പോൾ അതുപോലെ മറ്റിൽ ഇവർ കൂടെ അറസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിനും കെമിക്കൽസിൽ, അതായത് പല രീതിയിൽ ചെറിയ ഒരു ഡ്രോപ്പ് 1 ഗ്രാം വെച്ചിട്ട് വലിയ രീതിയിൽ ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നോളജി ഇവർ പഠിച്ചിട്ടുണ്ട്. ചൈനയിലും അവിടെ ഇവിടെ നിന്നൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാധനം ഈ എയർപോർട്ടിലെ ഗ്രൗണ്ട് സർവീസ് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് അത്തരത്തിലൊരു സാധനം വിമാനത്തിൽ കയറ്റിയാൽ പോലും, ഏതെങ്കിലും ഇതിനകത്ത് കയറ്റിയാൽ പോലും ആരും അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം സംശയം ജനിപ്പിക്കുന്നത് എല്ലാം കൂടി ഈ തുർക്കിയിലേക്ക് തന്നെയാണ്. ഇന്നലെ പോലും ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുർക്കിയായിട്ടുള്ള കണക്ഷൻ, അതായത് ടർക്കിഷ് ടെക്നിക്കിൻ്റെ സർവീസ് ഇപ്പോഴും ഗ്രൗണ്ട് സർവീസിൻ്റെ ഇത് ഇപ്പോഴും ആ കമ്പനിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ ചർച്ച കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ ഇസ്ലാമിക് ജിഹാദികൾ വലിയ രീതിയിൽ 4 മെട്രോ സിറ്റികളിൽ ഒരേ സമയം തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം 23 ലക്ഷം 20 ലക്ഷം മുടക്കിയിട്ട് ഏകദേശം 10-18ഓളം കാറുകൾ അവർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും സെയിം ടൈമിൽ ബ്ലാസ്റ്റ് നടത്തിയിട്ട്, അതായത് അവർ ഉദ്ദേശിച്ചത് നവംബർ 14-നും ഡിസംബർ 6-ന് എൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ, അതായത് ബാബർ മസ്ജിദ് ആ സമയത്തൊക്കെ പൊളിച്ച ആ ഒരു ഇതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇന്ത്യയിൽ സെയിം ടൈം മൾട്ടിപ്പിൾ ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് മാക്സിമം ഒരുപാട് ആൾക്കാർ കൊല്ലാനായിട്ട് അവർ പദ്ധതി ഇട്ടിരുന്നത്. അപ്പോൾ അവർ പഠിച്ച മെഡിക്കൽ സംബന്ധമായ നോളജ് അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. കുറച്ച് ന്യൂജൻ ടെക്നോളജികളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഏകദേശം ഈ ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ ക്യാമ്പസിന് പിടികൂടി ഈ ഡോക്ടേഴ്സിൻ്റെ പക്കൽ നിന്ന് 2800 കിലോഗ്രാം RDX ആണ് പിടിച്ചത്. ഒന്ന് ആലോചിച്ച് ഇത്രയും ഇത് എന്തിനാണ് അതിനകത്ത് ഈ 2800 കിലോഗ്രാം RDX ഡൽഹി മൊത്തം ബ്ലാസ്റ്റ് ചെയ്ത് ഡൽഹി മൊത്തം നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ 2800 കിലോഗ്രാം RDX. അപ്പോൾ ഈ ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ ക്യാമ്പസിൻ്റെ 13ാമത്തെ റൂമിൽ നിന്നും 17ാമത്തെ റൂമിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴും ഓണർ മുഹമ്മദ് മുസ്മിൽ എന്ന് പറഞ്ഞ ജിഹാദി ഡോക്ടറാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഇവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത്. ഇത് വലിയ രീതിയിൽ ഇത് ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് നമ്മുടെ ഡിപ്ലോമസി, മറ്റു രാജ്യങ്ങളുടെ ഡിപ്ലോമസി തന്നെ മാറ്റിമറിക്കുന്ന പല ഇൻഫർമേഷൻസും ഇവരുടെ പക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് തുർക്കി പോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ തുർക്കിയിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അത്തരം കാര്യങ്ങൾ എന്താ പറയുക, ഇവർ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് തുർക്കിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തിനായാലും ഈ ഓപ്പറേഷൻ ഇനി തുർക്കിയിലേക്കും ഒരു വാർ ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇവരുടെ ഓപ്പറേഷൻസ് ഫുള്ള് നേരെ ഇപ്പം പാകിസ്ഥാനല്ല, ഇപ്പം ബംഗ്ലാദേശും തുർക്കിയൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് ചിലപ്പോൾ ബംഗ്ലാദേശിലായിരിക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിലായിരിക്കില്ല, ചിലപ്പോൾ തുർക്കിയിലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ട ആവശ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വാർത്തകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. നമുക്ക് അതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.